വെടിയേറ്റ് മുഖം തകർന്നിട്ടും മാതൃരാജ്യത്തിനു വേണ്ടി പൊരുതിയ ഒരു ധീരൻ. അതെ, ലാൻസ് നായിക് മീനാക്ഷി സുന്ദരത്തിന് അവകാശപ്പെട്ട് തന്നെയാണ് കീർത്തിചക്ര. 2024 ഡിസംബർ 19 ദക്ഷിണ കശ്മീരിലെ കുൽഗാമിൽ നടന്ന ഒരു ഭീകരവിരുദ്ധ ഓപ്പറേഷൻ. അവിടെ ആർട്ടിലറി റെജിമെൻറ്റിൻ്റെ ഭാഗമായ മീനാക്ഷി സുന്ദരം എന്ന ലാൻസ് നായിക് ആ സമയത്ത് 34 രാഷ്ട്രീയ റൈഫിൾസിനൊപ്പമായിരുന്നു. ഭീകരരുമായുള്ള അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. അങ്ങനെ ലാൻസ് നായിക് മീനാക്ഷി സുന്ദരത്തിനും ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്തും വലതു തോളിലും വെടിയുണ്ടേറ്റു. വെടിയേറ്റ് താടിയെല്ലുകൾ ചിതറിത്തെറിച്ചു. അങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ട് മീനാക്ഷി സുന്ദരം. എന്നാൽ ആ വെടിയുണ്ടകൾക്ക് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല. കടുത്ത വേദനയോ രക്തം വമിക്കുന്നതോ വകവയ്ക്കാതെ തൻ്റെ ജീവനേക്കാൾ വലുതാണ് രാജ്യത്തിൻ്റെ സുരക്ഷയെന്ന് ആ ലാൻസ് നായിക് വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ആ പോരാട്ടം തുടർന്നു. അസാമാന്യമായ ധൈര്യത്തോടെ ഭീകരരെ നേരിടുകയായിരുന്നു മീനാക്ഷി സുന്ദരം. ഒടുവിൽ ഒരു കൊടും ഭീകരനെ വളരെ അടുത്ത ദൂരത്തു നിന്നും വെടിയേറ്റ് കൊലപ്പെടുത്തി. പരിക്കേറ്റ് വീഴാറായ അവസ്ഥയിലും അദ്ദേഹം പ്രകടിപ്പിച്ച അർപ്പണ മനോഭാവം അദ്ദേഹത്തിൻ്റെ സംഘത്തിന് വലിയ സഹായകമായി. അങ്ങനെ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള ഈ അസാധാരണമായ ധീരതയ്ക്കും ത്യാഗത്തിനും രാജ്യം അദ്ദേഹത്തിന് കീർത്തിചക്ര നൽകിയാണ് ആദരിച്ചത്. ഇന്ത്യയിലെ സമാധാനകാലത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധീരതാ പുരസ്കാരമാണ് കീർത്തിചക്ര. 2026 ജൂൺ 8 രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മീനാക്ഷി സുന്ദരത്തിന് കീർത്തിചക്ര സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ മനോവീര്യത്തെയും അസാമാന്യമായ ധൈര്യത്തെയുമാണ് പുരസ്കാരം പ്രതിനിധീകരിക്കുന്നത്. ഭയം ഇല്ലാതിരിക്കുക എന്നതല്ല, മറിച്ച് പരിക്കുകളും വേദനകളും മരണഭയവും വകവയ്ക്കാതെ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയാണ് യഥാർത്ഥ ധൈര്യമെന്ന ലാൻസ് നായിക് മീനാക്ഷി സുന്ദരം തെളിയിച്ചു. മുഖത്ത് വെടിയേറ്റിട്ടും ഒരു ഉരുക്കു മനുഷ്യനെ പോലെ പോർമുഖത്ത് തുറന്ന അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്തും നിശ്ചയദാർഢ്യവും എന്താണെന്ന് ഒരിക്കൽ കൂടി ഭാരതത്തിന് കാട്ടിക്കൊടുത്തു.